ഇപ്പോഴുള്ള നിലവിലുള്ള കുട്ടികൾക്ക് ആവശ്യം എന്ന് പറയുന്നത് അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കോഴ്സുകൾ പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ള. ഇപ്പോൾ ഈ വി ഡി സതീശൻ അത്തരത്തിലുള്ള വലിയ നിർദ്ദേശങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ള പൊളിച്ചെഴുത്തുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ കേരള യാത്രയൊക്കെ നടത്തുന്ന സമയത്ത് കണ്ടായിരുന്നു എന്തെല്ലാം ആഡംബരങ്ങളായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആഡംബരങ്ങളൊക്കെ കുറച്ച് മുഖ്യമന്ത്രി ഒരു സാധാരണക്കാർക്ക് കൂടി അപ്രോച്ചബിൾ ആണ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. സതീശന്റെ ഇന്നത്തെ പെർഫോമൻസ് മാത്രം കണ്ടാൽ നമുക്കറിയാം. കിഫ്ബി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിന് വലിയൊരു ബാധ്യതയാണ്. 10 വർഷം കഴിയുമ്പോൾ അതിൻ്റെ തിരിച്ച് കൊടുക്കണം, മേടിച്ച പൈസയൊക്കെ തിരിച്ചു കൊടുക്കണം. അത്രയും പൈസ കൊടുത്താൽ പോരാ, ഇരട്ടി പൈസ തിരിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള ചില ബാധ്യതകൾ ഇപ്പോൾ നിലവിൽ തന്നെയുണ്ട്. പൊതുസമൂഹവും ജൻസിയും ഇന്ന് വി ഡി സതീശന് മേൽ വെച്ചു പുലർത്തുന്നത് അതിനോട് എത്രത്തോളം നീതി പുലർത്താനായിട്ട് അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഡി സതീശന് സാധിച്ചിട്ടില്ലെങ്കിൽ ഇത് നേരെ ഉൾട്ടയടിക്കും. തീർച്ചയായും. രാജേഷ് നമസ്കാരം. വലിയ പ്രതീക്ഷകളാണ് കേരളത്തിലെ പൊതുസമൂഹം വി ഡി സതീശന് മേൽ അർപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ വി ഡി സതീശനെ ഇപ്രാവശ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാത്തൊരു തീരുമാനം ഹൈക്കമാൻഡ് സ്വീകരിച്ചിരുന്നുവെങ്കിൽ വി ഡി സതീശന് വേണ്ടിയിട്ട് അമ്പലം പണിയുന്ന കാഴ്ച വരെ നമ്മളിവിടെ കാണേണ്ടതുണ്ട്. കാരണം വി എസ് അച്യുതാനന്ദനേക്കാളൊക്കെ മുകളിലേക്ക് സ്ഥാനം പിടിച്ചിട്ടുണ്ട് ശ്രീ വി ഡി സതീശൻ. അപ്പോൾ ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷകളാണ് അർപ്പിച്ചേക്കുന്നത്. കാരണം ഇദ്ദേഹം ഇവിടെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും, ആ മാറ്റത്തിലൂടെ തങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെയുള്ള വലിയ പ്രതീക്ഷയാണ്, അമിത പ്രതീക്ഷ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇന്നലത്തെ ചർച്ചയിലും പറഞ്ഞാണ് ചില ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ വലിയ രീതിയിൽ വരികയും എന്നാൽ അത് തിയേറ്ററുകളിൽ, ഇപ്പോൾ പേട്രിയറ്റിൻ്റെ കാര്യം നമുക്കറിയാവുന്നതാണ്, തിയേറ്ററുകളിൽ വെറും ഒരു ബ്ലണ്ടറായിട്ട് മാറുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് മുമ്പിലുള്ളതാണ്. എങ്ങനെ നോക്കിക്കാണുന്നു വി ഡി സതീശന്റെ മേലുള്ള ജനങ്ങളുടെ ഈ ഒരു അമിത പ്രതീക്ഷയെ? അല്ല, വി ഡി സതീശൻ ശരിക്കും ജൻസി വോട്ടർമാർക്കിടയിൽ വലിയ പ്രതീക്ഷയായിട്ട് വളർന്നതുകൊണ്ടാണ് കേരളത്തിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചതും. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇത്രയും സീറ്റുകളിലേക്ക് ഉയർന്നത് പോലും വി ഡി സതീശൻ നൽകിയ വലിയ പ്രതീക്ഷകൾ തന്നെയാണ്. കാരണം അദ്ദേഹം ഒരുപാട് പ്രതീക്ഷകൾ യുവാക്കൾക്ക് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രതിസന്ധിയാണ്. കാരണം ഇപ്പോഴും നിരവധി കുട്ടികൾ ഇപ്പോൾ ഈ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു, UK, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ കുട്ടികൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിന് ഏറ്റവും അനിവാര്യമായത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ നിരവധി കോഴ്സുകൾ, തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ആരംഭിക്കുക എന്നുള്ളതാണ്. കുറേ കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതായത് വിദേശ സർവകലാശാലകൾക്ക് ഇവിടെ ക്യാമ്പസ് അനുവദിക്കുക, അതേപോലെ തന്നെ വിദേശത്ത് ഉള്ള പല കോഴ്സുകൾക്കും നമ്മുടെ കോളേജിലും നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും വിദേശ മാതൃകയിലുള്ള പഠന സമ്പ്രദായങ്ങളൊക്കെ മാറ്റുക എന്നൊക്കെ. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ ഇതുവരെ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ നിലവിലുള്ള രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷനായിരുന്നു ഈ വിദ്യാഭ്യാസ മേഖലയിലുള്ള മൊത്തത്തിലുള്ള ഒരു പൊളിച്ചെഴുത്ത് എന്ന് പറഞ്ഞാൽ ആധുനിക കാലത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാവേണ്ടതുണ്ട്, കോഴ്സുകൾ ആരംഭിക്കേണ്ടതുണ്ട്. ഇപ്പം നമുക്കറിയാലോ ടെക്നോളജിയിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ട്, പക്ഷേ അത്തരം കോഴ്സുകളൊന്നും നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ഇല്ല എന്നുള്ളതാണ്. ഇപ്പം ജെയിൻ യൂണിവേഴ്സിറ്റി പോലുള്ള ചില യൂണിവേഴ്സിറ്റികളാണ് ഇവിടെ വന്ന് അത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ നടത്തുന്നത്. ജെയിൻ യൂണിവേഴ്സിറ്റി വി ഡി സതീശന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ വരണം എന്നല്ല പറയുന്നത്. നമ്മൾക്ക് നിലവിലുള്ള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു രാഷ്ട്രീയ കേന്ദ്രം മാത്രമായി മാറുന്നു. ഈ കുറേ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെയൊക്കെ വാർത്തെടുക്കേണ്ടിയിരുന്ന യൂണിവേഴ്സിറ്റികൾ പലപ്പോഴും അതിനൊന്നുമല്ല തയ്യാറാവുന്നത്. കുറേ ക്രിമിനൽസിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും തല്ലും അങ്ങനെയുള്ള നിരവധി പ്രക്ഷോഭമൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇപ്പോഴുള്ള നിലവിലുള്ള കുട്ടികൾക്ക് ആവശ്യം എന്ന് പറയുന്നത് അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കോഴ്സുകൾ പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ള. ഇപ്പോൾ ഈ വി ഡി സതീശൻ അത്തരത്തിലുള്ള വലിയ നിർദ്ദേശങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ള പൊളിച്ചെഴുത്തുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ പലതരത്തിലുള്ള ഗ്യാരണ്ടികൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ മഹിളാ മോർച്ച പൂഞ്ഞാറിലും അതോടൊപ്പം തന്നെ കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തിനും ബസ്സിൽ യാത്ര, അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നമുണ്ട്. പക്ഷെ അതും ഭയങ്കര മണ്ടത്തിലാണ്. കാരണം ഒരു സർക്കാർ പോലും ഇവിടെ അധികാരത്തിൽ വന്നില്ല. ആ സർക്കാർ തിങ്കളാഴ്ച അധികാരത്തിൽ എത്തുന്ന സൂചനയാണിത്. അല്ല, സമരങ്ങളൊക്കെ സൂചന കണ്ടുപിടിച്ച് ഇന്ന് ഈ സമരം സൂചന മാത്രം, നാളെ സമരം ആളിപ്പടരുന്നായിരുന്നു. അതുകൊണ്ട് ഈ എന്തായാലും സമരങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആന്റണി വളരെ കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സമയം കൊടുക്കണമെന്നും വളരെ പെട്ടെന്ന് വി ഡി സതീശൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും വി ഡി സതീശനിൽ ഇപ്പോൾ വലിയ പ്രതീക്ഷയുണ്ട്. എനിക്കിപ്പോൾ ഇന്ന് രാവിലത്തെ വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം ഉണ്ട്. അതായത് പിണറായി വിജയനെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹം 40 വണ്ടികളുടെ അകമ്പടിയോടുകൂടിയാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി വരുന്നതിൻ്റെ ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പേ ഹൈവേ മൊത്തം അടച്ചിടും, ഒറ്റ വണ്ടി പിടിച്ചിട്ടില്ല, എല്ലാ സിഗ്നലുകളും ഓഫാക്കിയിടും. തിരുവനന്തപുരം നഗരത്തിലൊക്കെ ഇത് സ്ഥിരം കാഴ്ചയാണ്. അദ്ദേഹം വീട്ടിൽ നിന്ന് പുറപ്പെട്ട് നിയമസഭയിൽ എത്തുന്നത് വരെയുള്ള ആ ഭാഗങ്ങളെല്ലാം അടച്ചിടും. ഇതൊരു രാജകീയമായ യാത്രയായിരുന്നു. ഇന്ന് വി ഡി സതീശൻ പറഞ്ഞു, എനിക്ക് പൈലറ്റ് വണ്ടി അല്ലാതെ, എസ്കോർട്ടും പൈലറ്റ് വണ്ടി അല്ലാതെ അതിൻ്റെ പുറകിൽ ഒരു വണ്ടി പോലും പാടില്ല എന്ന് അദ്ദേഹത്തെ കാണാനെത്തിയ പോലീസ് ഓഫീസർമാരോട്, ഉന്നത പോലീസ് അധികാരികളോട് പറഞ്ഞു. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചൊരു ടൈം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, അത് ഏറ്റവും പ്രീഷ്യസ് ആണ്. അല്ല, അത് കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ മതി. നേരത്തെ ഇറങ്ങി എന്ന് പറഞ്ഞാലും
ടൈം എന്ന് പറയുമ്പോൾ അറിയാലോ ഒരു മുഖ്യമന്ത്രിയുടെ തിരക്കുകൾ തിരുവനന്തപുരത്ത് അറിയാലോ. നമുക്ക് അറിയാലോ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഭവനത്തിൽ നിന്നും നിയമസഭയിലേക്ക് എത്ര ദൂരമുണ്ട് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അത് ഈ പൈലറ്റ് വണ്ടി വരുമ്പോൾ തന്നെ വണ്ടികളൊക്കെ മാറ്റി കൊടുക്കും. പിന്നെ അത്രയും 40 വണ്ടികളുടെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ ഈ നമ്മൾ ഈ കേരള യാത്രയൊക്കെ നടത്തുന്ന സമയത്ത് കണ്ട എന്തെല്ലാം ആഡംബരങ്ങളായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആഡംബരങ്ങളൊക്കെ കുറച്ച് മുഖ്യമന്ത്രി ഒരു സാധാരണക്കാർക്ക് കൂടി അപ്രോച്ചബിൾ ആണ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. സതീശന്റെ ഇന്നത്തെ പെർഫോമൻസ് മാത്രം കണ്ടാൽ നമുക്കറിയാം ഇദ്ദേഹം ഇന്ന് എല്ലാ പ്രമുഖരായ നേതാക്കന്മാരുടെയൊക്കെ ഭവനം സന്ദർശിക്കുന്നു, പ്രതിപക്ഷ നേതാവായി മാറുന്ന നിലവിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട് സന്ദർശിക്കുന്നു, ജി കാർത്തികേയന്റെ വീട് സന്ദർശിക്കുന്നു. അങ്ങനെ കാർത്തികേയന്റെ വീട്ടിൽ വെച്ചിട്ട് അദ്ദേഹം അത് വിങ്ങിപ്പൊട്ടി. വിങ്ങിപ്പൊട്ടാനൊരു കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശരിക്കും അദ്ദേഹം ഈ രാഷ്ട്രീയ പഠനം നടത്തിയ ഇതിൽ ഒരു ഗുരുസ്ഥാനീയനായ ജി കാർത്തികേയന്റെ വീട്ടിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ചില പഴയ ഓർമ്മകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിങ്ങിപ്പൊട്ടി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം അത് എനിക്കൊരു ആക്ടിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും പലരും അതിനെ വളരെ വിമർശിക്കുന്നൊക്കെ ഉണ്ട്. സതീശൻ അവിടെ എത്തുമ്പോൾ വിങ്ങിപ്പൊട്ട് ഇതൊക്കെ ശരിക്കും കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്, നല്ല നടനാണ് എന്നൊക്കെ രീതിയിലുള്ള ചില വിമർശനങ്ങളൊക്കെ പല കോണിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ വലിയ പ്രതീക്ഷകൾക്കനുസരിച്ച് വളരാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതായത് വാനോളം പ്രതീക്ഷകളാവാം, പക്ഷേ കുറച്ചെങ്കിലും കിട്ടിയില്ലെങ്കിൽ വലിയ വലിയ വിഷയങ്ങളാവും. ഒരു വർഷക്കാലൊക്കെ ചിലപ്പം ഈ കുട്ടികളൊക്കെ പുതിയ തലമുറയൊക്കെ അദ്ദേഹത്തിന് വലിയ രീതിയിൽ കൊണ്ടു നടന്നു വരും. പക്ഷേ അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചൊരു പുതിയ കേരളം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വി.ഡി. സതീശന് പറ്റിയില്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വെച്ച് പോക്കറ്റ് മണി കൊടുക്കുമെന്ന് പറയുന്നു. അങ്ങനെയുള്ള കുറെ പരിഷ്കാരങ്ങൾ. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അതെ. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, ഇത്തരം പദ്ധതികളൊക്കെ കൃത്യമായി നടപ്പാക്കാനും പറ്റണം. ക്ഷേമ പെൻഷൻ മുടങ്ങരുത്. അതുപോലെ തന്നെ KSRTCയിലുള്ള ഈ സ്ത്രീകളുടെ യാത്ര ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ തന്നെ ഏതാണ്ട് 90 കോടിയോളം ഒരു മാസത്തിൽ കൊടുത്താണ് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത്. അപ്പൊ അത് പറയുന്നൊരു സംഭവം 90 കോടി രൂപ വേണം ഇവരുടെ ഈ ഒരു സൗജന്യ യാത്ര നടപ്പിലാക്കി കഴിഞ്ഞാൽ. അല്ല, അത് വേണം. പോരാത്തിന് ഇപ്പൊ തന്നെ സർക്കാരിന്റെ വലിയ എയ്ഡിലാണ് KSRTC നിന്ന് പോകുന്നത്. കാരണം അവർക്ക് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും ദൈനംദിന കാര്യങ്ങളൊക്കെ നടന്നു പോകണമെങ്കിൽ അത്രയും വലിയ വായ്പ എടുത്താണല്ലോ KSRTC നിലനിർത്തി കൊണ്ടുപോകുന്നത്. കോടികളുടെ വായ്പ തിരിച്ചടവുണ്ട്. അങ്ങനെ വലിയ ബാധ്യതയിലൂടെയാണ് KSRTC ഇപ്പോൾ പോകുന്നത്. അതിനെങ്ങനെ പൈസ കണ്ടെത്തും എന്നുള്ളത് വലിയ വിഷയമാണ്. അങ്ങനെ ഈ പ്രഖ്യാപിച്ച ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ തന്നെ വലിയ ഭാരിച്ച പണം ആവശ്യമുണ്ട്. ഇത് വലിയ ബാധ്യതയായി മാറും. ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ വലിയ ബാധ്യത ഇപ്പോൾ തന്നെ ഉണ്ട്. കാരണം കിഫ്ബി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിന് വലിയൊരു ബാധ്യതയാണ്. 10 വർഷം കഴിയുമ്പോൾ അതിൻ്റെ തിരിച്ച് കൊടുക്കണം, മേടിച്ച പൈസയൊക്കെ തിരിച്ചു കൊടുക്കണം. അത്രയും പൈസ കൊടുത്താൽ പോരാ, ഇരട്ടി പൈസ തിരിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള ചില ബാധ്യതകൾ ഇപ്പോൾ നിലവിൽ തന്നെയുണ്ട്. പോരാത്തതിന് വലിയ ഹ്യൂജ് എമൗണ്ട് കടമെടുത്തിട്ടുണ്ട്. ഈ കടം തിരിച്ചടക്കണം. അതിനനുസരിച്ചുള്ള ഒരു വരവ് കേരളത്തിൽ ഇല്ല. കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ട് വളരെ തുച്ഛമായ പൈസ മാത്രമേ ഉള്ളൂ. പിന്നെ മാത്രമല്ല, കേന്ദ്രത്തിൽ നിന്ന് മേടിച്ചെടുക്കാനുള്ള കുറേ പൈസയുണ്ട്. GST വിഹിതം കൃത്യമായി ലഭ്യമാകണം. അങ്ങനെ വി.ഡി. സതീശന്റെ മുന്നിൽ നിരവധിയായ വിഷയങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. കേരളത്തിന് മാത്രമല്ല, റോഡ്, പാലങ്ങൾ തുടങ്ങിയ നിരവധി പദ്ധതികൾ നടപ്പിലാക്കാനുണ്ട്. അത് കാരണം തുടർച്ചകളാണ്. ഗവൺമെന്റ് എന്ന് പറയുന്ന തുടർച്ചകളാണ്. കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല. അതൊക്കെ നടത്തിക്കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത്തരം നിരവധിയായ വിഷയങ്ങൾ സർക്കാരിന് മുന്നിലുണ്ട്. ഇതെല്ലാം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് പകുതിയെങ്കിലും വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ ഉയർച്ച കൂടുന്നതും പതനത്തിന്റെ ആഘാതം വലുതായിരിക്കും. അതുകൊണ്ട് ഇത്രയും വലിയ പ്രതീക്ഷകൾ ഉയർത്തുന്നത് ഒരു തരത്തിൽ എനിക്ക് അപകടമായിട്ട് തോന്നുന്നുണ്ട്. കാരണം എല്ലാവരും ഭയങ്കര പ്രതീക്ഷിക്കുന്നു. ആരും സതീശനെ കുറിച്ച് ആർക്കും വിമർശിക്കുന്നത് ഇഷ്ടമല്ല. അല്ല, ഞാൻ ചർച്ചയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ വി.ഡി. സതീശന് വേണ്ടിയിട്ട് അമ്പലം പണിയാൻ വേണ്ടിയിട്ട് വരെ തയ്യാറായിട്ട് പൊതുസമൂഹം കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. വി.ഡി. സതീശനെ പോലെയുള്ളതും പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അമാനുഷിക ശക്തിയുള്ള ഒരു വ്യക്തിയൊന്നും ആയിരിക്കില്ല ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഉള്ള സിസ്റ്റം അതേ രീതിയിൽ തന്നെ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഇവിടുത്തെ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എല്ലാവിധ പിന്തുണയും തരും, എല്ലാ വികസന പദ്ധതികൾക്കും തുടർച്ചയുണ്ടാകും എന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഈ പെട്ടെന്ന് കയറി നാളെ മറ്റന്നാൾ കയറി സമരം തുടങ്ങി, ഇന്നിപ്പോൾ മഹിളാ മോർച്ച കാണിച്ച പോലത്തെ കാര്യങ്ങളൊന്നും അത് അങ്ങനെ പക്വതയില്ലാത്തൊരു സമരങ്ങളിലേക്കൊന്നും പോകത്തില്ല. പക്ഷേ 6 മാസങ്ങൾക്ക് ശേഷം ഈ പറയുന്ന രീതിയിലേക്ക് സർക്കാർ കാര്യങ്ങൾ കൊണ്ടുവരാതിരുന്നു കഴിഞ്ഞാൽ അതിശക്തമായ സമരങ്ങൾ കൂടി നേരിടേണ്ടി വരും. കാരണം UDF പ്രതിപക്ഷത്തിരിക്കുന്ന പോലെയല്ല LDF പ്രതിപക്ഷത്തിരിക്കുന്നത്. LDF പ്രതിപക്ഷത്തിരിക്കുന്ന
സമയത്ത് നടക്കുന്ന സമരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര സമരങ്ങളല്ല. സോളാർ കാലഘട്ടത്തിലൊക്കെ നടത്തിയ രാപ്പകൽ സമരമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതുപോലുള്ള വലിയ വലിയ സമരങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആണ് വി ഡി സതീശന് മുമ്പോട്ട് പോകാനുള്ളത്. അതുകൂടാണ്ട് തന്നെ എപ്പോഴും ക്ഷോഭിക്കുന്ന ഒരു വി ഡി സതീശനുണ്ട്. അപ്പോൾ ആ വി ഡി സതീശന് വൈകാരികമായിട്ടൊക്കെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാകും എന്നുള്ളതിനെക്കുറിച്ച് വലിയ വലിയ നമ്മൾക്കൊന്നും പ്രതീക്ഷിക്കാത്തതിനപ്പുറത്തുള്ള വലിയ പ്രതീക്ഷയാണ് പൊതുസമൂഹവും ജൻസിയും ഇന്ന് വി ഡി സതീശന് മേൽ വെച്ചു പുലർത്തുന്നത്. അതിനോട് എത്രത്തോളം നീതി പുലർത്താനായിട്ട് അതല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഡി സതീശന് സാധിച്ചിട്ടില്ലെങ്കിൽ ഇത് നേരെ ഉൾട്ടയടിക്കും. തീർച്ചയായും അത് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇദ്ദേഹം കഴിഞ്ഞ ഒരു ടേമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ടേമിൽ മുഖ്യമന്ത്രിയോ അല്ലെ മന്ത്രിയോ ഒന്നും ആയിരുന്ന ആളല്ല സതീശൻ എന്നുള്ളൊരു വിഷയമുണ്ട്. അദ്ദേഹം പെർഫോം ചെയ്ത് മൊത്തം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മാത്രമാണ്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുകയും വലിയ തരത്തിൽ പ്രക്ഷോഭ പരിപാടികൾക്ക് ആസൂത്രണം ചെയ്യുകയും അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഉയർത്തിവിടുകയൊക്കെ ചെയ്യുന്ന ഒരു പണിയാണ് ചെയ്തത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് കുറേയധികം വിഷൻ ഉണ്ട്. അദ്ദേഹം അതിനനുസരിച്ചുള്ള ഒരുപാട് പ്രൊജക്ടുകളും ഇദ്ദേഹത്തിന്റെ കൈവശം ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. വിഷനുണ്ട് അദ്ദേഹത്തിന്. പിന്നെ അദ്ദേഹം ടൂറിസം മേഖലയിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ ചില പ്രത്യേകതകളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ചില വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം വളരെ വാചാലനാണ്. അതിന് വേണ്ടിയിട്ടുള്ള വലിയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം സ്വന്തം തന്നെ കുറേ പഠനം നടത്തി അതിന്റെ റിപ്പോർട്ടുകളൊക്കെ കയ്യിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് വിഷനില്ല എന്നല്ല, വലിയ വിഷനുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിനുള്ള സ്വീകാര്യതയും. പക്ഷേ അത് നടപ്പിലാക്കി എടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഇപ്പം ഒരു കൊലേഷൻ മിനിസ്ട്രിയാണ്. സ്വാഭാവികമായിട്ടും ഇപ്പം മുസ്ലിം ലീഗിന് കുറേ ചില വകുപ്പുകൾ മുസ്ലിം ലീഗിൻ്റെ കയ്യിലാണ്. അതുപോലെ തന്നെ കുറേ വകുപ്പുകൾ കേരള കോൺഗ്രസിൻ്റെ കയ്യിലാണ്. RSPയുടെയും CMBയുടെയും ഒക്കെ കൈകളിലാണ്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു കോർഡിനേഷൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രി മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ പദ്ധതികളെല്ലാം കുറ്റമറ്റ രീതിയിലൊന്നും പ്രാവർത്തികമാവില്ല. അതിന് കൃത്യമായൊരു വളരെ കൃത്യതയോടുകൂടിയുള്ള ഒരു ടീം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് വി ഡി സതീശൻ്റെ മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളതാണ്. ആരൊക്കെ മന്ത്രിയാവും നമുക്ക് കൃത്യതയില്ല. എങ്കിൽ പോലും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരൊക്കെ ഏറെക്കുറെ നല്ല പേരുകളൊക്കെ തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എങ്കിലും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ചില വിദ്യാഭ്യാസ വകുപ്പ് അദ്ദേഹത്തിന് കയ്യിലില്ലെങ്കിൽ എങ്ങനെയാണ് പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുക എന്നതിനെക്കുറിച്ചൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. അത് വലിയ പ്രതിസന്ധിയാണ്. ഇപ്പോൾ വ്യവസായം നടപ്പിലാക്കുന്നു, വ്യവസായ വകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വിഷയത്തിലുള്ള ഒരു നയം നടപ്പിലാക്കുക എന്നതിനെക്കുറിച്ചൊന്നും വ്യക്തതയില്ല. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളെ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അതിന് കൃത്യതയോടുകൂടി തന്നെ വി ഡി സതീശൻ ജനങ്ങളുമായി തന്നെ സംവദിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നേരത്തെ മുഖ്യമന്ത്രിമാരൊക്കെ പത്രസമ്മേളനങ്ങൾ ഒഴിവാക്കിയിരുന്നു. ഇദ്ദേഹം എല്ലാ ആഴ്ചയിലും പത്രസമ്മേളനങ്ങൾ നടത്തുകയും കൃത്യമായിട്ട് എന്താണ് നടപ്പിലാക്കാൻ പോകുന്നതിനെക്കുറിച്ച് പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ കൃത്യമായി ചർച്ചയൊക്കെ നടത്തുകയും ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങളൊക്കെ സ്വരൂപിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു ജനകീയ സർക്കാരായി തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ വി ഡി സതീശന് വലിയ രീതിയിൽ വിജയം നേടാൻ കഴിയും. ഇല്ലെങ്കിൽ വലിയ രീതിയിൽ തിരിച്ചടി. CB പറഞ്ഞ പോലെ തന്നെ അടി എന്ന് പറഞ്ഞാൽ വലിയ അടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.